പുലരുവോളം നീണ്ടു നിന്നൊരു പിണക്കം. ചിപ്പിക്ക് രാവിലെയും തീർന്നില്ല. ഉള്ളിലിപ്പോൾ ഒരല്പം പോലും പിണക്കമില്ല, ലവലേശമില്ല. പക്ഷേ പ്രകടിപ്പിക്കാൻ വയ്യ. അങ്ങോട്ട് ചെന്ന് മിണ്ടാനും വയ്യ. എന്നാൽ നീട്ടിക്കൊണ്ടു പോകാൻ തീരെ വയ്യതാനും. ചിപ്പി ഉണർന്നു ചെല്ലുമ്പോൾ മഹേഷൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. മുറ്റത്തെ പന്തലിൽ കൊണ്ടുപിടിച്ച ചർച്ചയിലാണ്. ആമ്പടകളെ വെറുതെ ഒന്ന് എത്തി നോക്കിയിട്ട് അടുക്കളയിലേക്ക് വലിഞ്ഞു. ചായാകുന്നതേ ഉള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. അമ്മയ്ക്കൊക്കെ അടുത്ത് നിന്നു. അപ്പച്ചിമാരിൽ ആരോ ആറ്റിത്തിളപ്പിച്ച ചായ പേപ്പർ കപ്പിൽ പകർത്തി ഒഴിച്ച് കയ്യിലേക്ക് വെച്ച് തന്നു. പുറത്തിരിക്കുന്നവർക്ക് കൊണ്ടുപോയി കൊടുക്ക്. ഒപ്പം ഒരു ഡയലോഗും. തലയാട്ടി മുന്നേ നടക്കുമ്പം ഒപ്പം ഇരിക്കുന്ന മനുഷ്യനെ എങ്ങനെ നോക്കുമെന്നായി ചിന്ത. വേണ്ടിയിരുന്നില്ല. ഇന്നലെ ഇത്തിരി ഓവറായിപ്പോയി. വെറുതെ ആ മനുഷ്യനെ വേദനിപ്പിച്ചു. ചിപ്പിക്ക് ഉള്ളു കൊളുത്തി വലിച്ചു. എങ്കിലും എടുത്തണിഞ്ഞൊരു ചിരിയോടെ എല്ലാവരുടെയും മുന്നിൽ ചായ നീട്ടിപ്പിടിച്ചു. ഒടുവിൽ അല്പം മാറി ഫോണിൽ തോണ്ടിയിരിക്കുന്ന ആൾക്ക് മുന്നിൽ എത്തി നിന്നു. മുഖമുയർത്തി നോക്കിയില്ല. ഫോണിൽ കണ്ണും നട്ട് തന്നെ ഒരു ഗ്ലാസ് എടുത്ത് ചുണ്ടോട് മുട്ടിച്ചു. ചിപ്പിക്ക് ദേഷ്യം തോന്നി, സങ്കടം തോന്നി. മഹേഷേട്ടനെ പിണക്കാകും. ഉള്ളിൽ ആരും ഇരുന്ന് മന്ത്രിച്ചു. തിരിഞ്ഞു നടക്കാൻ തോന്നിയില്ല. ഈ പിണക്കം നീട്ടാനും. അടുത്തൊരു പ്ലാസ്റ്റിക് ചെയർ വലിച്ചിട്ട് അതിലേക്കിരുന്നു. ഇല്ല, ഇപ്പോഴും നോക്കുന്നില്ല. ആ കണ്ണിലൊരു കുത്തു വെച്ച് കൊടുക്കാനാണ് ആ നേരം തോന്നിയത്. മഹേഷേട്ടാ, ചിപ്പി പതിയെ വിളിച്ചു. കനപ്പിച്ചൊന്ന് മൂളി തന്നു. അല്ലാണ്ടൊരു വക മിണ്ടിയില്ല. പിണക്കമാണോ? പിന്നെയും ചോദിച്ചു. എന്തിന്? തിരികെ കിട്ടിയ ഉത്തരം. ഞാൻ ഇന്നലെ അങ്ങനെ പെരുമാറിയതുകൊണ്ട്. പതുക്കെയാ പറഞ്ഞത്. പക്ഷേ മറുപടിയില്ല. വെറുതെ ഫോണിൽ നോക്കിയിരുന്നു. അതിലങ്ങ് കിടക്കട്ടെ. ചിപ്പി ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഉള്ളിലേക്ക് വേഗത്തിൽ നടന്നു. അവളുടെ പോക്ക് കണ്ടവൻ ഉള്ളിലേക്ക് നൂറി ചിരിച്ചു. എന്നെ ഇന്നലെ കുറേ വെള്ളം കുടിപ്പിച്ചതല്ലേ, ഇനി നീയും അനുഭവിച്ചോ. ഉള്ളിലിരുന്ന് ആരോ മന്ത്രിച്ചു. 10:30ക്കും 11:00-നും ഇടയ്ക്കാണ് മുഹൂർത്തം. ചെക്കനെ സ്വീകരിക്കുന്ന ചടങ്ങ് 9:30-ഓടും. അതിനു മുന്നേ പെണ്ണും വീട്ടുകാർ ഓഡിറ്റോറിയത്തിലെത്തണം. വീട്ടിൽ നിന്നൊരു ബസ് വിടുന്നുണ്ട്, റിലേറ്റീവ്സിനും അയൽപ്പക്കത്തെ ആളുകൾക്കും വരാൻ വേണ്ടിയിട്ട്. ചിപ്പിയൊക്കെ കാറിലും. ചായ കുടിച്ച് കഴിഞ്ഞതോടെ എല്ലാവരും പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. മീനുവിനോടൊപ്പം രാവിലെ തന്നെ കസിൻസിൽ 2 പേര് അമ്പലത്തിലേക്ക് പോയി. അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് നേരെ ഓഡിറ്റോറിയത്തിലേക്കും. ബ്യൂട്ടീഷ്യൻ അവിടെ വരുമെന്നാണ് പറഞ്ഞത്. ചിന്മയെ കുളിച്ചു കഴിഞ്ഞ് മുറിയിലേക്ക് ചെല്ലുമ്പോൾ റൂം അടച്ചിരിക്കുകയാണ്. അവളൊന്ന് സംശയിച്ചുകൊണ്ട് ഡോറിൽ മുട്ടി. അപ്പം തന്നെ ഉള്ളിൽ നിന്ന് മഹേഷ് ഡോറ് തുറന്നിരുന്നു. അവനും ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുവാണ്. ചിന്മയൊന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് മുറി അടച്ചു കൊളുത്തിട്ടു. അവനോടൊന്നും മിണ്ടാൻ പോയില്ല. നേരത്തെ പിണക്കം മാറ്റാൻ ചെന്നിട്ട് തന്നെയൊന്നും മൈൻഡ് പോലും ചെയ്യാതിരുന്നതിൻ്റെ വാശി. കബോർഡ് തുറന്ന് സാരി എടുക്കുന്നതും പ്ലേറ്റ് എടുക്കുന്നതും മുഖത്ത് എഴുതുന്നതും ഒക്കെ നോക്കി അവൻ ആ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു. എങ്കിലും ഇരുവരും മൗനമായിരുന്നു. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞെങ്കിൽ ഒന്ന് പുറത്തേക്ക് പോകുമോ? എനിക്ക് ഡ്രസ്സ് മാറണം. അവനെ നോക്കാതെയാണ് ചോദിച്ചത്. പറ്റില്ല, ഇതെൻ്റെ മുറിയാണ്. പിന്നെ ഞാൻ കാണാത്തതൊന്നും അല്ലല്ലോ കെട്ടിപ്പൂട്ടി വെക്കാൻ. ചിന്മയ്ക്ക് ഉത്തരം മുട്ടി. എങ്കിലും തോറ്റു കൊടുക്കാൻ വയ്യ. വേഗം ഉടുക്കേണ്ട ഡ്രസ്സും എടുത്ത് മുറി വിട്ട് ഇറങ്ങാൻ പോയതും മഹേഷ് കയ്യിൽ പിടിച്ച് വലിച്ചിരുന്നു. ചിന്മയ അവനെ അമർത്തി ഒന്ന് നോക്കി. ഇപ്പം ഇവിടുന്ന് ചാടിത്തുള്ളി പോയാൽ പിന്നെ അവിടെ തന്നെ കിടന്നോണം. ഈ റൂമിലേക്ക് വരരുത്. ഞാൻ വരും, ഇതെൻ്റെ കൂടി റൂമാണ്. അവളും വിട്ടുകൊടുത്തില്ല. മഹേഷിൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ഞു ചിരി വിരിഞ്ഞു. അവൻ അതേ ചിരിയോടെ അവളെ കിടക്കയിലേക്ക് ഇരുത്തിയിട്ട് മുന്നിലായി മുട്ടുകുത്തി നിന്നു. വേണ്ട, പോണ്ട, ഇവിടെ തന്നെ ഉണ്ടാവണം, എപ്പോഴും എൻ്റെ കൂടെ. ചിപ്പി കണ്ണു നിറച്ച് അവനെ നോക്കി. സോറി മഹേഷ്. പറയുന്നതിന് മുന്നേ തന്നെ അവൻ അവളുടെ വായ മൂടി പിടിച്ചിരുന്നു. വേണ്ട, ഞാനല്ലേ സോറി പറയണ്ടേ. തെറ്റ് പറ്റിയത് എനിക്ക്. നിനക്കിഷ്ടമല്ലായിരുന്നിട്ടും ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇനി ഉണ്ടാവില്ല കൊച്ചേ. ഇന്നലെ എല്ലാവരും നിർബന്ധിച്ചപ്പം സന്തോഷത്തിൻ്റെ പുറത്ത്. അവനൊന്ന് നിർത്തി. എനിക്കറിയാം മഹേഷേട്ടാ, ഞാൻ ഇന്നലെ അത് ഓർക്കേണ്ടതായിരുന്നു. അത്രയും ഓവറായിട്ട് റിയാക്ട് ചെയ്യേണ്ട കാര്യം പോലും ഇല്ലായിരുന്നു. പെട്ടെന്നങ്ങനെ കണ്ടപ്പം. ഇതിനു മുൻപ് ഒരിക്കൽ പോലും മഹേഷേട്ടൻ കുടിച്ച് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ. സാരല്ല, ഞാനത് മറന്നടി, സത്യം. അവനൊന്ന് കണ്ണിറുക്കി ചിരിച്ചു. എങ്കിൽ പൊന്നുമ്മ മാറിക്ക്, ഇറങ്ങാൻ നേരമായി. ചിന്മയ മുന്നിൽ നിന്നും അവനെ തള്ളി മാറ്റി. ഒരു ഉമ്മയെങ്കിലും താകൊച്ചേ. വേറൊന്നിനും ഏതായാലും ഇപ്പോൾ ടൈമില്ല, അത് നമുക്ക് രാത്രി നോക്കാം. അവൻ്റെ ചിരിയോടും പരിഭവത്തോടുമുള്ള വർത്തമാനം കേൾക്കി ചിപ്പിക്ക് ചിരി പൊട്ടി. അതേ ചിരിയോടെ തന്നെ അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ടവൾ ആ നെറുകയിൽ അമർത്തി ചൂട് ചേർത്തു. ചിരിയോടെ അതവനും സ്വീകരിച്ചു. ചിപ്പിയെ സാരി ഉടുപ്പിച്ച് കൊടുത്തതൊക്കെ മഹേഷായിരുന്നു. അവൻ്റെ താല്പര്യം അനുസരിച്ചായിരുന്നു ഹെയർ സ്റ്റൈൽ പോലും.
ചിപ്പിയും അതൊക്കെ ആസ്വദിച്ചു. അവർ ഇരുവരും റെഡിയായി ഇറങ്ങിയതോടെ ഓഡിറ്റോറിയത്തിലേക്ക് ഓരോരുത്തരായിട്ട് പുറപ്പെട്ടിരുന്നു. സന്ദീപ് ആദ്യമേ അച്ഛനെയും അമ്മയും ഓഡിറ്റോറിയത്തിൽ കൊണ്ടാക്കിയിരുന്നു. അതുകൊണ്ട് പിന്നീട് ചിപ്പിക്കും മഹേഷിനും ഒപ്പായിരുന്നു മായയും സന്ദീപും ഒക്കെ. നല്ല ഓഡിറ്റോറിയം അല്ലേ മഹേഷേട്ടാ? കാറിൽ നിന്ന് ഇറങ്ങിയ പാടെ ചിപ്പി ചുറ്റിനും ഒന്ന് കണ്ണോടിച്ചു. മഹേഷും അതൊന്ന് ശരിക്കും നോക്കി. സംതൃപ്തിയോടെ അവനൊന്ന് ചിരിച്ചു. നമ്മുടെ കെട്ട് ഇവിടെ വെച്ച് മതിയായിരുന്നു. അവളൊന്ന് ദീർഘശ്വാസം എടുത്തു വിട്ടു. വേണം നമുക്കൊന്നുകൂടി കെട്ടാടി, നമ്മുടെ പ്രൊഡക്റ്റ് കൂടി ലോഞ്ച് ചെയ്തിട്ട്. അവൻ്റെ സ്വകാര്യം പോലുള്ള വർത്തമാനത്തിൽ ചിന്മയെ കൂർപ്പിച്ചൊന്ന് നോക്കി. പിന്നീട് അവർ ഒന്നിച്ചകത്തേക്ക് കയറി. ക്ഷണിച്ചവരിൽ പകുതി പേരും അതിനോടകം വന്നിരുന്നു. ബാക്കിയുള്ളവർ വരുന്നതേ ഉള്ളൂ. മഹേഷ് ചിരിയോടെ എല്ലാവരോടും സംസാരിച്ച് നിന്നപ്പോൾ ചിപ്പിയും മായയും കുഞ്ഞും കൂടി വധുവിനെ കാണാൻ പോയി. മേക്കപ്പ് റൂം തുറന്നകത്ത് കയറി മീനുവിനെ കണ്ടവർ അമ്പരന്നു. അത്ര ഭംഗിയിൽ ഒരുക്കിയിട്ടുണ്ട്. മീനു ചേച്ചിയെ കണ്ണ് തട്ടാതിരിക്കട്ടെ. ചിപ്പി അവളുടെ അടുത്ത് ചെന്ന് നിന്ന് കണ്ണിൽ നിന്നും കുറച്ച് കൺമഷിയെടുത്ത് ചെവിക്ക് പുറകിലായി തൊട്ടു. മീനു ആണോ എന്ന പോലെ തല ചലിപ്പിച്ചു. ഇതുവരെ കഴിഞ്ഞില്ലേ? ധൃതിയിൽ മുറി തുറന്നുകൊണ്ട് മഹേഷ് ചോദിച്ചു. അവൻ്റെയും ദൃഷ്ടി കുഞ്ഞു പെങ്ങളിലായിരുന്നു. ഇഷ്ടമായെങ്കിലും അവൻ വെറുതെ മുഖം ചുളിച്ചു. നീ കഥകളിക്ക് പോകുവാണോ മീനു? ചിന്മയ്ക്കരികിലേക്ക് ചെന്നുകൊണ്ട് അവൻ ചോദിച്ചതും മീനുവിനെ ചുണ്ടുകോർത്തു. അത് കാണെ ചിപ്പി അവൻ്റെ കയ്യിലൊന്ന് നുള്ളി പറിച്ചു. മഹേഷേട്ടൊന്ന് ചുമ്മാതിരുന്നേ, ചേച്ചിയെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഏത്? ഇതോ? പിന്നല്ലാതെ, നിങ്ങൾക്കിതേക്കുറിച്ച് വല്ലതും അറിയോ? അവളൊന്ന് ചിറി കൂട്ടി. ചേച്ചി എൻ്റെ കൊച്ചിനും കൂടി കുറച്ച് തേച്ചു കൊടുക്കും. ബ്യൂട്ടീഷ്യനോട് അവൻ കളിയാക്കി പറഞ്ഞു. അതിനെന്താ, ഇത് കഴിഞ്ഞോട്ടെ. അവരും ചിരിയോടെ മറുപടി കൊടുത്തു. ഏയ് വേണ്ട വേണ്ട, ഞാൻ വെറുതെ പറഞ്ഞതാ. ഞാനും കൂടി ഒരുങ്ങിക്കോട്ടെ മഹേഷേട്ടാ. പൊന്നും കൊടുത്തത് എന്താ പൊട്ട്. ഇപ്പം തന്നെ എൻ്റെ കുഞ്ഞ് സൂപ്പറായിട്ടുണ്ട്. ഇനി ആവശ്യമില്ലാത്തത് കൂടി വാരിത്തേച്ച് ആ മുഖം ചീത്തയാക്കണ്ട. അവൻ അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിന് പതിയെ പറഞ്ഞു. ചിന്മയെ മറുപടിയായി ചിരിച്ചതേ ഉള്ളൂ. ചെക്കനും കൂട്ടരും എത്തി. കാരണവരിൽ ഒരാൾ വന്ന് അറിയിച്ചപ്പോൾ തന്നെ മഹേഷ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു. അവന് പുറകെ ചിപ്പിയും മായയും കൂടി നടന്നു. മഹേഷാണ് മാലയിട്ട് വരനെ സ്വീകരിച്ചത്. ഒപ്പം അളിയനും ഉണ്ടായിരുന്നു. ചിന്മയും മായയും കൂടി വന്നവർക്ക് നാരങ്ങ കൊടുത്ത് അകത്തേക്ക് ക്ഷണിച്ചു. പിന്നീട് ഫോട്ടോ എടുക്കൽ ചടങ്ങായിരുന്നു. അളിയന്മാർ നിന്നും ചിരിച്ചും സംസാരിച്ചു നിൽക്കുന്ന ചിത്രങ്ങൾ മികവോടെ തന്നെ ക്യാമറ കണ്ണുകൾ പകർത്തി. മുഹൂർത്ത സമയമായപ്പോൾ ശാന്തി പെണ്ണിനെ വിളിക്കാൻ പറഞ്ഞിരുന്നു. ആ സമയം തന്നെ മായയും ചിപ്പിയും ഒക്കെ താലപ്പൊലി അകമ്പടിയോടെ മീനുവിനെ മണ്ഡപത്തിലേക്ക് കൊണ്ടിരുത്തി. പിന്നെയും എന്തൊക്കെയോ ചടങ്ങുണ്ടായിരുന്നു. കൃത്യം 10:50 തന്നെ പൂജാരി താലി കൈമാറി. വരൻ വധുവിന് താലി ചാർത്തി. മഹേഷും ചിന്മയും ഉൾപ്പെടെ എല്ലാവരും പൂക്കളെറിഞ്ഞു സന്തോഷത്തോടെ. താലികെട്ട് കഴിഞ്ഞ ഉടനെ തന്നെ സിന്ദൂരം തൊട്ടുകൊടുക്കലും പരസ്പരം മാല ചാർത്തലും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ മഹേഷേട്ടൻ ഇരുവരെയും കൊണ്ട് മണ്ഡപത്തിന് ചുറ്റും വലം വെച്ചു. ശേഷം ചെക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോഷൂട്ടായിരുന്നു, കൂടെ ഫാമിലിയുടെയും. കല്യാണ സദ്യയും കഴിഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങും നേരം മീനു വിങ്ങി പൊട്ടി. അച്ഛനെയും അമ്മയെയും മായയും മഹേഷേട്ടനെയും ചേർത്ത് പിടിച്ചവൾ പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ സന്ദീപിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങി. ചിപ്പിയുടെ അടുത്തെത്തിയപ്പോൾ മീനു അവളെ ചേർത്ത് പിടിച്ചു, നെറുകയിൽ ചുംബിച്ചു. മഹേഷേട്ടൻ്റെ ഭാഗ്യമാണ് നീ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യവും. അവൾ ചേർത്ത് പിടിച്ചു. ചിന്മയും സന്തോഷത്തോടെ കണ്ണു തുടച്ചു. എത്ര കണ്ടിട്ടും മീനു പോകുന്നില്ല എന്ന് കണ്ട് മഹേഷേട്ടനാണ് അവളെ ചേർത്ത് പിടിച്ച് ചെക്കൻ വീട്ടുകാരുടെ കാറിലേക്ക് കയറ്റിയത്. ഏട്ടനെ പറഞ്ഞവിടം ധൃതിയായെന്ന് തോന്നുന്നു. കണ്ണീരിനിടയിലും അവൾ അവനെയും ചിപ്പിയെയും ഒന്ന് ഇരുത്തി നോക്കി പറഞ്ഞതും മഹേഷെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ കൈവീശി കാണിച്ചു. കൺമുന്നിൽ നിന്ന് കാറകന്നു പോയതും മഹേഷിൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീരിറ്റ് വീണു. അത് കാണെ ചിന്മയ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് കണ്ണു ചിമ്മി. വീട്ടിൽ വന്ന പാടെ ഓരോരുത്തരും ഓരോ മൂലയിൽ പോയി കിടത്തുമായി. എല്ലാവർക്കും ഒരു മൂകതയായിരുന്നു. സങ്കടമുണ്ടെങ്കിലും അതിന് ഇരട്ടി സന്തോഷവും തോന്നുന്നുണ്ട്. അടുക്കള കാണൽ ചടങ്ങ് നാളെയാണ്. അതിന് ഒരുപാട് പേരെ ക്ഷണിച്ചിട്ടില്ല. അടുത്ത കുറച്ച് ബന്ധുക്കളും അയൽപ്പക്കത്തെ 1-2 പേര് മാത്രം. എല്ലാവർക്കും അത് തന്നെയായിരുന്നു താല്പര്യം. മഹേഷും ചിന്മയും മുറിയിലേക്ക് കയറി വാതിൽ കൊളുത്തിട്ടു. അവൻ വന്ന പാടെ കിടക്കയിലേക്ക് മറിഞ്ഞിരുന്നു. ഡ്രസ്സ് മാറിയിട്ട് കിടക്ക് മഹേഷേട്ട. സാരിയുടെ പിന്നഴിക്കുന്നതിനോടൊപ്പം അവൾ പറഞ്ഞു. കുറച്ചു നേരം കിടക്കട്ടെ, ക്ഷീണം പോലെ. എഴുന്നേറ്റിരുന്ന് ഇട്ടിരുന്ന ഷർട്ട് മാത്രം മാറ്റിക്കൊണ്ട് പിന്നെയും കിടക്കയിലേക്ക് തന്നെ ചാഞ്ഞു. ചിന്മയ പിന്നൊന്നും മിണ്ടിയില്ല. ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് മുടിയെ ഒന്ന് വാരി പിടിച്ച് കെട്ടി അവൻ അരികിലേക്ക് വന്ന് കിടന്നു. കണ്ണടച്ച് കിടക്കുന്നതിനിടയിലും മഹേഷ് അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. വൈകുന്നേരം ഒന്ന് മയങ്ങിയപ്പോഴേക്കും ചിപ്പി എഴുന്നേറ്റിരുന്നു. അഴിഞ്ഞുലഞ്ഞ മുടിയൊന്ന് ഒതുക്കി വെച്ചിട്ട് അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. മഹേഷ് എഴുന്നേറ്റിട്ടില്ല. നല്ല ഉറക്കത്തിലാണ് ആൾ.
കിടക്കട്ടെ എന്ന് തന്നെ കരുതി. അവനെ ഒന്ന് നോക്കിയിട്ട് പുഞ്ചിരിയോടെ ചിന്മയ മുറി വിട്ട് പുറത്തേക്കിറങ്ങി. എല്ലാവരും ഓരോ മുറിയിലായി കിടപ്പുണ്ട്. മായച്ചിച്ചിയും അമ്മയും അപ്പച്ചിമാരൊക്കെ അടുക്കള വശത്തിരുന്ന് പാത്രങ്ങളൊക്കെ കഴുകുന്നുണ്ട്. ചിന്മയും ആ കൂട്ടത്തിൽ ചെന്ന് നിന്നു. അവളെ കണ്ടപ്പോൾ തന്നെ എല്ലാവരും നോക്കിയൊന്ന് ചിരിച്ചു. അവൻ ഉറക്കത്തിലാണോ മോളെ? ആയമ്മയാ ചോദിച്ചത്. ചിപ്പി മറുപടി പോലെ തലയൊന്ന് കുലുക്കി. ഞാൻ കഴുകുമായിരുന്നല്ലോ അമ്മേ. ഓ, ഇത് ഇത്രയില്ലേ കുഞ്ഞെ, നിന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല. ചിപ്പി ചിരിച്ചതേ ഉള്ളൂ. കുറച്ചു നേരം അവർക്കൊപ്പം ഇരുന്ന് വിശേഷം പറഞ്ഞിട്ട് അകത്തേക്ക് കയറി. ആകെ അലങ്കോലപ്പെട്ട് കിടക്കുമായിരുന്നു. ചിപ്പിക്ക് ആ കാര്യത്തിൽ മാത്രമേ ഇത്തിരി ദേഷ്യമുള്ളൂ. എത്ര വൃത്തിയാക്കിയാലും വലിച്ചു വാരിയിട്ടോളും. ദീർഘമായെന്ന് നിശ്വസിച്ച് അവൾ ചൂലെടുത്തുകൊണ്ട് വന്ന് അടിച്ചു വാരിയിട്ടു. ഒക്കെ കഴിഞ്ഞു പോയെന്ന് കുളിച്ച് വന്നപ്പോൾ തന്നെ നേരെ നന്നേ ഇരുട്ടി. ഇന്നിനി വിളക്കി വെക്കണ്ട എന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ മഹേഷിൻ്റെ അടുത്തേക്ക് പോയി. എഴുന്നേക്ക് മഹേഷേട്ടാ. അടുത്തേക്ക് ചെന്നവൾ തട്ടി വിളിച്ചു. ആദ്യം തീരെ കേട്ടതേയില്ല. ചിപ്പിയും വിട്ടുകൊടുത്തില്ല. പിന്നെയും വിളിച്ചു. മതി ഉറങ്ങിയത്, എഴുന്നേക്ക്, നേരം കുറേയായി. അവൻ്റെ കയ്യിൽ ഒരു മാന്ത് വെച്ച് കൊടുത്തപ്പോഴാണ് മഹേഷ് ഞെരുങ്ങി ഒന്ന് കണ്ണു തുറന്നത്. എന്തോന്നാ കൊച്ചേ, ഉറങ്ങുമ്പോൾ കിടന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? ഉറക്കം മുറിഞ്ഞതിൻ്റെ നീരസം അവൻ്റെ മുഖത്ത് വ്യക്തമായിരുന്നു. ചിപ്പി ചുണ്ടു ചുളുക്കി. ഓ പിന്നെ ഉറങ്ങാത്തതുപോലെ. എപ്പോൾ കിടന്നതാണെന്നറിയോ? നേരം കുറേയായി, എഴുന്നേറ്റേ. പിന്നെയും അവൻ്റെ കയ്യിൽ പിടിച്ചവൾ വലിച്ചതും അതിനെ പാടെ തടഞ്ഞുകൊണ്ട് മഹേഷ് ചിപ്പിയെ കിടക്കയിലേക്ക് വലിച്ചിട്ട് ആ പെണ്ണിൻ്റെ കഴുത്തിടക്കിൽ മുഖം പൂഴ്ത്തിയിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ പെട്ടെന്നായപ്പോൾ ചിപ്പിയൊന്ന് ഞെട്ടിയിരുന്നു. പിന്നീട് പതിയെ അവനെ ചേർത്ത് പിടിച്ച് കിടന്നു. കുറച്ചു നേരം നീയും അടങ്ങി ഒതുങ്ങി ഇവിടെ കിടക്ക്. ഉറങ്ങാൻ പറ്റത്തതിൻ്റെ അസൂയല്ലേ കൊച്ചേ? അവളിൽ നിന്ന് മുഖമുയർത്താതെ അവൻ പറഞ്ഞതും ചിപ്പി ആ കയ്യിൽ ഒരു കടി വെച്ചു കൊടുത്തു. പിന്നെ എനിക്ക് വേണമെങ്കിൽ ഞാൻ കിടന്നുറങ്ങും. മഹേഷേട്ടൻ എഴുന്നേറ്റ് ചായ കുടിക്കാൻ നോക്ക്. എന്നിട്ട് വാ, നമുക്ക് മീനി ചേച്ചി ഒന്ന് വീഡിയോ കോൾ ചെയ്യാം. വിരലുകൾ കൊണ്ട് അവൻ്റെ മുടിയിലൊന്ന് തഴുകുന്നതിനോടൊപ്പം അവൾ പറഞ്ഞു. മഹേഷ് പതുക്കെ ഒന്ന് മൂളിക്കൊടുത്തു. പിന്നെയും കുറച്ചു നേരം ഇരുവരും അതുപോലെ കിടന്നു. പക്ഷെ ഉറങ്ങിയിട്ടില്ല. ഇത്തിരിയൊന്നായപ്പോൾ മഹേഷ് തന്നെ അവളിൽ നിന്നും വിട്ടുമാറി എഴുന്നേറ്റു. മുണ്ടൊന്ന് മുറുക്കിയെടുത്ത് അവൾക്ക് നേരെ കൈ നീട്ടിയതും ചിപ്പി ആ കയ്യിൽ പിടിച്ചെഴുന്നേറ്റിരുന്നു. ചിരിയോടെ അവളുമായിട്ട് അവൻ മുറിവിട്ട് പുറത്തേക്കിറങ്ങി. രാത്രിയിൽ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്നു. ആ നേരമാണ് മീനുവിനെ വിളിച്ചത്. വീഡിയോ കോൾ തന്നെ ചെയ്തു. ആളുടെ ഭർത്താവും കൂടെ ഉണ്ടായിരുന്നു. ആ ഏട്ടൻ ഒരു പാവമാണെന്ന് പെരുമാറ്റത്തിലൂടെ തന്നെ മനസ്സിലാകും. മീനു ചേച്ചിയും ഇപ്പോൾ ഇഷ്ടമാണത്ര അദ്ദേഹത്തെ. ദൈവം തന്ന ഭാഗ്യമാണെന്നാണ് പുള്ളിക്കാരിയുടെ വാദം. വീട് വിട്ട് നിൽക്കുന്നതിൻ്റെ കുഞ്ഞൊരു വിഷമമൊഴിച്ച ചേച്ചി ഒരുപാട് സന്തോഷവതിയാണ്. അത് സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തം. കുറച്ചധികം നേരം തന്നെ എല്ലാവരും കൂടി സംസാരിച്ചു. പിന്നെ നാളെ കാണാമെന്നും പറഞ്ഞുകൊണ്ട് കോൾ അവസാനിപ്പിച്ചു. അങ്ങനെ എല്ലാം മംഗളമായി നടന്നു. ദൈവത്തിനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ആയമ്മ സന്തോഷത്തോടെ പറയുമ്പോൾ എല്ലാവരും പുഞ്ചിരിയോടെ ഇരുന്നു. വന്നു കയറിയ കൊച്ചിൻ്റെ ഐശ്വര്യം കൂടിയാ വസന്തേ. മറുപടിയായി ആയമ്മയുടെ അനിയത്തി പറഞ്ഞതും ചിപ്പിയുടെ മനം നിറഞ്ഞു. അവൾ സന്തോഷത്തോടെ മഹേഷിനെ നോക്കുമ്പോൾ കണ്ണു ചിമ്മിക്കൊണ്ട് അവൻ ആ പെണ്ണിൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു. ശരിയാ, ചിപ്പിയുടെ ഐശ്വര്യം തന്നെയാ. ഒത്തിരി വേദനിപ്പിച്ചു ഞാൻ എൻ്റെ കുഞ്ഞിനെ. അമ്മയോട് ക്ഷമിക്കുമോളെ. ആയമ്മയും അതങ്ങ് സമ്മതിച്ചു കൊടുത്തു. ഇനി കൊച്ചിൻ്റെ വീട്ടുകാരും സഹകരിച്ച ഇരു കൂട്ടരും ഇരട്ടി മധുരമായനെ. വേദന തോന്നുന്ന സംസാരമായിരുന്നുവെങ്കിലും ചിന്മയ്ക്കൊരു പ്രതീക്ഷയുണ്ട്, പ്രാർത്ഥനയുണ്ട്, ആഗ്രഹവും. മഹേഷേട്ടൻ എന്തേ ആലോചിക്കുന്നത്? അവൻ്റെ കയ്യിലേക്ക് തല വെച്ച് കിടന്നുകൊണ്ട് ചിന്മയ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവനൊന്നുമില്ല എന്ന പോലെ കണ്ണു ചിമ്മി കാണിച്ചു. അതല്ല, വേറെ എന്തോ ഉണ്ട്. ഒന്നുമില്ല കൊച്ചെ, ഞാൻ നിൻ്റെ വീട്ടുകാരെക്കുറിച്ച് ഓർത്തതാ. എന്ത്? നാളെ ഇത്രയായിട്ടും അവരെന്താ കൊച്ചെ നമ്മളെ മനസ്സിലാക്കാത്തെ? എന്താ സ്വീകരിക്കാത്തെ? ഞാനെന്താ അത്ര മോശമാണോ? മഹേഷിൻ്റെ സ്വരമിടറി. ചിപ്പി മിണ്ടിയില്ല. എൻ്റെ ജാതിയാണോ പ്രശ്നം? പണമാണോ പ്രശ്നം? അതൊരു ജോലിയാണോ? ഇതിലൊക്കെ പുറകോട്ടാണെങ്കിലും ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കുന്നില്ലേ? ഇതുവരെയെങ്കിലും നുള്ളി പോലും നോവിച്ചിട്ടുണ്ടോ? കുറവ് വരുത്തിയിട്ടുണ്ടോ? മക്കളുടെ സന്തോഷമല്ലേ അച്ഛനമ്മമാർക്ക് വലുത്. അങ്ങനെ നോക്കുമ്പം നിനക്കെൻ്റെ കൂടെ സന്തോഷമല്ലേ? ഞാൻ ഇതുവരെയെങ്കിലും പറഞ്ഞു സന്തോഷമല്ല എന്ന്. മഹേഷേട്ടൻ്റെ കൂടെ ഞാൻ കഷ്ടപ്പെടുന്നുവെന്ന്. പിന്നെ എന്തിനെങ്ങനെയുള്ള സംസാരം? എന്നെ നോക്കി. ചിന്മയ അവൻ്റെ മുഖം തനിക്ക് നേരെ തിരിച്ചു. ആ കണ്ണുകളിലേക്ക് ആഴ്ന്നിറങ്ങി. മഹേഷേട്ടനൊപ്പം ജീവിക്കുന്നത് എൻ്റെ അച്ഛനും അമ്മയും അല്ല, ഞാനാ. മറ്റൊരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാളും സന്തോഷം എനിക്ക് നിങ്ങളിൽ നിന്നും കിട്ടുന്നുണ്ട്.
അതേ കൂടുതൽ എനിക്കൊന്നും വേണ്ട. പിന്നെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഒരു ദിവസം എൻ്റെ അച്ഛനും അമ്മയും നമ്മളെ സ്വീകരിക്കുമെന്ന്. ഇപ്പോഴും അവർക്കുള്ള ഈ ദേഷ്യമോ വെറുപ്പോ ഒന്നും കാണില്ല. എങ്കിലും അടുക്കാനൊരു മടി ഉണ്ടാകും. ചെയ്ത തെറ്റ് പെട്ടെന്ന് പൊറുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മടുപ്പ്. ഒന്നുമില്ലേലും ഞാൻ അവരുടെ മകളല്ലേ. അവരെ മറന്ന് പെട്ടെന്ന് മറ്റൊരാൾക്കൊപ്പം ഇറങ്ങിപ്പോയതിൻ്റെ ഇത്തിരി പോന്ന വിഷമം. ഒക്കെ മാറുമ്പോൾ അവർ നമ്മളെ സ്വീകരിക്കും, സ്നേഹിക്കും, ഉറപ്പ്. ചിന്മയെ ഉയർന്നു പൊങ്ങി അവൻ്റെ കണ്ണുകളിൽ ചുംബിച്ചു. അവൻ ആശ്വാസത്തോടെ ചിരിച്ചു. തിരികെ അവളെയും ഒന്ന് മുത്തി. എൻ്റെ കൊച്ചു വല്ലാണ്ട് വളർന്നു, വല്ലാത്തൊരു പക്വത. മഹേഷ് അവളെ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പഴയ 16കാരിയല്ല മഹേഷ് ഏട്ടാ. പക്ഷേ എനിക്ക് ആ 16കാരിയെ തന്നെ ഏറെ ഇഷ്ടം. ചിന്മയ അവൻ്റെ മീശയിൽ പിച്ചി പറിച്ചതും മഹേഷ് അവളുടെ കവിളിൽ അമർത്തി ഒരു കടി കൊടുത്തു. വേദനിച്ചു മഹേഷ് ഏട്ടോ. പെണ്ണൊന്ന് ചുണ്ട് ചുളുക്കി. ഇതെന്ത് വേദന ഇനിയല്ലേ? ചിന്മയ കണ്ണൊന്ന് കുറിപ്പിച്ചു. വേദനിപ്പിക്കട്ടെ കൊച്ച്, സുഖത്തിൽ മുങ്ങിപ്പോകുന്നൊരു വേദന. നേർത്ത് പതിഞ്ഞ അവൻ്റെ ശബ്ദം കാതിലെത്തിയതും ചിന്മയ നാണത്തോടെ മിഴികൾ താഴ്ത്തി. അതൊന്നും മതിയായിരുന്നു അവൻ അവളിലേക്ക് അടുക്കാൻ. മഹേഷ് ചിന്മയെ തനിക്ക് നേരെയായി ചരിച്ചു കിടത്തി. ചിപ്പിക്ക് മുഖമുയർത്താനേ ആയില്ല. ചുണ്ടിലൊരു ചിരിയുണ്ട്, പക്ഷേ നോട്ടം മറ്റെങ്ങോ ആണ്. അവൻ അവളുടെ കഴുത്തിന് വശത്തെ കൈ കടത്തി മുടിയിഴകളിലേക്ക് ഇടയിലായി വിരൽ വെച്ചു. എന്നെ നോക്കൂ വച്ചേ. മുഖം കുനിച്ച് പിടിച്ചിരിക്കുന്ന പെണ്ണിൽ തന്നെ കണ്ണ് പതിപ്പിച്ചവൻ പതിയെ പറഞ്ഞു. ചിന്മയ മിഴികൾ ഉയർത്തി. മഹേഷ് തല കൊണ്ട് അടുത്തേക്ക് വിളിച്ചതും ചിന്മയ അല്പം ഉയർന്നുകൊണ്ട് അവനിലേക്ക് മുഖമടുപ്പിച്ചു. മഹേഷ് അവളുടെ ചുണ്ടുകളിൽ തഞ്ചതും മുട്ടിച്ചു. ആദ്യം അമർത്തി ഒന്ന് ചുംബിച്ചു, പിന്നെ വായ്ക്കുള്ളിലാക്കി നുണഞ്ഞുകൊണ്ടിരുന്നു. ചുംബനമെങ്കിൽ വേദനിക്കും എന്ന മിഥ്യാധാരണയെ പാടെ മാറ്റും പോലെയായിരുന്നു മഹേഷിൻ്റെ ചുംബനം. ചിത്രശലഭം പൂവിൽ നിന്നും തേൻ കുടിക്കും പോലെ അത്രയും സോഫ്റ്റായിട്ടായിരുന്നു അവനവളെ നുണഞ്ഞിറക്കിയത്. മുഴുവനായും നുണഞ്ഞിറക്കിയിട്ട് അവൻ പിന്നീട് ആദ്യ ചുണ്ടിലേക്ക് മാത്രമായി ചുരുങ്ങി. അവിടുന്ന് കീഴ്ചുണ്ടിലേക്കും അവൻ സഞ്ചരിച്ചു. ഒത്തിരി നേരം അങ്ങനെ കടന്നു. ശ്വാസം വിലങ്ങുതടിയായപ്പോൾ വിട്ടുമാറി. ചിപ്പി ഒന്ന് കിതച്ചു. മഹേഷിനും അടുത്തില്ല. വീണ്ടും അവളിലേക്ക് തന്നെയാണു. ചുണ്ടുകളെ വേർപെടുത്തിയവൻ അവളുടെ മുഖത്തേക്ക് ചുണ്ടുകൾ കൊണ്ടുപോയി അവിടെ മുഴുവനും ചുംബിച്ചു. ഉമിനീര് പരത്തി. കവിളുകളെ വേദനിപ്പിക്കാത്ത വിധം കടിച്ചെടുത്തു. നാവുകൾ കൊണ്ട് കളം വരച്ചു. ചിന്മയ മറ്റേതോ ലോകത്തേക്ക് പോയി. അവൻ്റെ മുടിയിൽ കൊരുത്തു പിടിച്ച് തന്നിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരുന്നു. മുഖമൊന്നുയർത്തി അവളെ നോക്കിയിട്ട് മഹേഷ് ആ പെണ്ണിൻ്റെ കഴുത്തുടുക്കിലേക്ക് മുഖമമർത്തി. അവിടെയും ചുംബിച്ചുകൊണ്ട് ആ മാറിലേക്ക് എത്തി നിന്നു. കൈകൊണ്ട് തന്നെ അവൾ ഇട്ടിരുന്ന ടീഷർട്ടിൻ്റെ കഴുത്ത് താഴേക്ക് വലിച്ചുകൊണ്ട് അവിടെ അമർത്തി ഒന്ന് ചുംബിച്ചു. ചിന്മയൊന്ന് ഉയർന്നു പൊങ്ങി. മഹേഷ് പിന്നോട്ടില്ലായിരുന്നു. അവളിൽ നിന്നും വസ്ത്രങ്ങൾ വേർപെടുത്തി അവളിലേക്കായി അലിഞ്ഞു ചേർന്നു. മാറിൽ നിന്നും താഴേക്കും അവിടെ നിന്നും സംഗമസ്ഥാനത്തേക്കും അവൻ്റെ ചുണ്ടുകളും നാവുകളും ഒരുപോലെ ഇഴഞ്ഞു നീങ്ങി. ചെറിയൊരു നോവ് അവളിലേക്ക് നൽകിക്കൊണ്ട് നാളുകൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ചിന്മയെ അലിഞ്ഞു ചേർന്നു. തളർന്നു. മഹേഷ് അവളുടെ മാറിലേക്ക് തല ചായ്ച്ചുകൊണ്ട് ചോദിച്ചു. ഇല്ല. ആണോ? എന്നാ ഒരു റൗണ്ട് കൂടെ പോയാലോ? അയ്യടാ മാറമുട്ടു. ചിന്മയ അവൻ്റെ തല ചിരിയോടെ പിടിച്ചു മാറ്റിയതും മഹേഷ് വീണ്ടും അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി ശ്വാസം ഒന്ന് വലിച്ചെടുത്തിരുന്നു.